അറബിക്കടലിൽ ചരക്ക് വിമാനം കാണാതായി. 5 പേർക്കുള്ള തിരച്ചിലും അറബിക്കടലിൽ നടത്തുന്നു. അറബിക്കടലിൽ വെച്ചാണ് ഈ വിമാനം അപ്രത്യക്ഷമായതായി നിലവിൽ വാർത്തകൾ ലഭിക്കുന്നത്. ഷാർജയിൽ നിന്നും കറാച്ചിയിലേക്ക് പോയ ചരക്ക് വിമാനമാണ് കാണാതായിരിക്കുന്നത്. 5 ജീവനക്കാരായിരുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്നത്. ചൊവ്വാഴ്ച രാത്രി 9:18 നാവിഗേഷൻ സിസ്റ്റം തകരാർ റിപ്പോർട്ട് ചെയ്ത വിമാനം 3 മിനിറ്റിനുള്ളിൽ വേഗത്തിൽ താഴേക്ക് പതിക്കുന്നു എന്നാണ് റഡാറിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. കറാച്ചിക്ക് 155 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് ഈ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാരുടെയും പേരുവിവരം K2 എയർവേസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പൈലറ്റ് മുഹമ്മദ് റിസ്വാൻ ഇദ്രീസ്, കോ-പൈലറ്റ് ഫൈസൽ മഹ്മൂദ്, ലോഡ് മാസ്റ്റർ മുഹമ്മദ് തൗഫീഖ് ഖാൻ, എഞ്ചിനീയർമാരായിട്ടുള്ള ആരിഫ് സിദ്ദിഖിയും മുഹമ്മദ് ഹമീദുമാണ് ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നാണ് ഇതിനുശേഷം കമ്പനി പ്രസ്താവിച്ചത്. ഫ്ലൈറ്റ് റഡാർ 24ന്റെ വിവരമനുസരിച്ച് അവസാനം കിട്ടിയ ഡേറ്റ അനുസരിച്ച് വിമാനം സമുദ്രനിരപ്പിൽ നിന്നും വെറും 1100 അടി ഉയരത്തിലായിരുന്നു. മിനിറ്റിൽ 22,400 അടി വേഗത്തിൽ താഴേക്ക് പതിച്ചു എന്നാണ് ഇപ്പോഴത്തെ കണക്കുകളിലൂടെ വിശകലനം ചെയ്യേണ്ടത്. ഇത് ഗുരുതരമായ ഒരു അടിയന്തര സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധക്കപ്പലടക്കം ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ്. അതുകൂടാതെ വ്യോമസേനയുടെ നിരീക്ഷണ വിമാനങ്ങളും നാവിക വിമാനങ്ങളും ഒക്കെ തന്നെ ഇവിടെ പരിശോധന നടത്തിപ്പോരുകയാണ്. വൻ തിരച്ചിൽ സംഘത്തെയാണ് ഇപ്പോൾ അറബിക്കടലിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. 27 വർഷം പഴക്കമുള്ള ഈ ബോയിങ് 737 വിമാനത്തിന് ദീർഘമായ ഒരു ചരിത്രം തന്നെയുണ്ട്. 1999 റഷ്യയുടെ എയറോ ഫ്ലോട്ടിങ്ങിനായി നിർമ്മിച്ചതായിരുന്നു ഇത്. പിന്നീട് ഗരുഡ, ഇന്തോനേഷ്യ, TNT എയർവേസ്, ഫെഡെക്സ് എക്സ്പ്രസ് എന്നിവയിലൂടെ കടന്ന് 2024 K2 എയർവേസിന്റെ ഭാഗമായി മാറിയത്. ഈ വിമാനം കമ്പനിയുടെ ഏക പ്രവർത്തനക്ഷമമായ ചരക്ക് വിമാനമായിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള വിവരമാണ്. ജലത്തിന് മുകളിൽ വെച്ച്, സമുദ്രനിരപ്പിന് മുകളിൽ വെച്ച് ബന്ധം നഷ്ടപ്പെട്ടതും പെട്ടെന്നുണ്ടായ ദിശാമാറ്റവും കാരണം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ മലേഷ്യൻ എയർലൈൻസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ വ്യക്തമായൊരു സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ തിരച്ചിൽ പരിധി വളരെ ചെറുതാണ്. വളരെ വേഗത്തിൽ ഇത് കണ്ടെത്താൻ സാധിക്കുമെന്ന് നിലവിൽ വിദഗ്ധരടക്കം വിശ്വസിക്കുന്നു. വിമാനത്തിൻ്റെയോ ജീവനക്കാരുടെയോ അവശിഷ്ടങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.